ശ്രീമദ് ഭാഗവതം ക്ലാസ് 101 നമ്മൾ അഞ്ചാമത്തെ സ്കന്ധമായിട്ട് നോക്കുന്നത്. സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് ഭരതൻ മാനായി പിറന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിലൂടെ പ്രപഞ്ച സൃഷ്ടിയാണ് വിവരിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ അപ്പം ആദ്യം ഇവിടെ പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു. അതെന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് രൂപവും ഭാവവും ഇല്ലാത്ത ഒരു സംഗതി ഉണ്ടായിരുന്നു. അതാണ് ബ്രഹ്മം. അപ്പം ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ആ ബ്രഹ്മം പൂർണ്ണമായിട്ടൊന്നുമില്ല, അതിൽ നിന്നും ഒരംശം. അപ്പം ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത്. അപ്പം ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകണ്ടെങ്കിൽ എന്തുണ്ടാകണ്ടെങ്കിൽ ഒരു സങ്കല്പം വേണം. അപ്പം നമ്മളൊരു വീടുണ്ടാക്കണ്ടെങ്കിൽ നമ്മളെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകും. അതുപോലെ ആ ബ്രഹ്മത്തിന് ഒരു സങ്കല്പം ഉണ്ടായിട്ടുണ്ട്, ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണമെന്ന്. ഇപ്പം നമുക്കൊരു സങ്കല്പം ഉണ്ടായ വീടുണ്ടാക്കണമെന്ന സങ്കല്പം ഉണ്ടായാൽ ആ വീടുണ്ടാക്കണ്ടെങ്കിൽ സയൻസ് പഠിക്കണം, സയൻസ് വേണം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതുപോലെ ആദ്യം സയൻസാണുള്ളത്, അതാണ് വേദങ്ങൾ. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നേ അർത്ഥമുള്ളൂ. അതിൽ മോഡേൺ സയൻസ് എല്ലാം പെടുന്നത് തന്നെയാണ് വേദം. പിന്നെ അതിൻ്റെ അനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഇനി ആ പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ച സൃഷ്ടി എല്ലാം നടക്കുക. ഇപ്പം ഏത് പ്ലാൻ ഉണ്ടായാലും പോരാ, അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. ഇപ്പം നമ്മളൊരു വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയാൽ വീടുണ്ടാവില്ല. ആരെങ്കിലും ഒരാൾ നേതൃത്വം എല്ലാം എടുത്തിട്ട് ചെയ്തേ പറ്റൂ. പല ആൾക്കാർ നേതൃത്വം, ഓരോ വർക്ക് ഓരോ ആൾ നേതൃത്വം. അതുപോലെ പ്രപഞ്ചം എന്ന പ്ലാന്, ആ പരമാത്മാവിൻ്റെ പ്ലാന് നടപ്പാക്കുവാൻ അതിൻ്റെ പിന്നിൽ ചില പ്രേരക ശക്തികളുണ്ട്. ആ പ്രേരക ശക്തികളെയാണ് ഇവിടെ പല പേരിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം ഒരു പ്രേരക ശക്തി പ്രപഞ്ചം ഉണ്ടാക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായത് വലിയൊരു ഗോളമാണ്. ഇവിടെ പല വസ്തുക്കളെല്ലാം ഉണ്ടായി, അത് കൂടിച്ചേർന്നിട്ട് വലിയൊരു ഗോളമായി തീരുന്നു. ആ ഗോളത്തെ പൊട്ടിച്ചിട്ടാണ് 7 ലോകമാക്കിയത്. ഇതേമാതിരി ഗോളത്തെ പൊട്ടിച്ചിട്ട് 7 ആക്കി. ആ കർമ്മം ചെയ്തതിൻ്റെ പിന്നിലുള്ള ശക്തിയെയാണ് കഥയിൽ പ്രിയവ്രതൻ എന്ന പേരിൽ പറഞ്ഞത്. എന്നിട്ട് അയാളുടെ 7 മക്കൾക്ക് കൊടുത്തു എന്നാണ് കഥയിൽ പറഞ്ഞു. അങ്ങനെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഈ നടുവിലേത്ത് കിട്ടിയതാണ് അഗ്നിദ്രഥൻ. അത് വേറൊരു കഥാപാത്രമായിട്ട് പറയാണ്. കാരണം അവൻ്റെ ജോലിയാണ് ഇതിനെ ഇനി പ്ലാൻ അനുസരിച്ച് മാറ്റിയെടുക്കുക, ഈ നടുവിലുള്ള. അതേപോലെ മറ്റേതെല്ലാം വേറെ, അത് മക്കളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്നിദ്രഥൻ എന്ത് ചെയ്തു? അതിനെ പിന്നെയും 7 ആക്കി. അങ്ങനെ ഇവിടെ ഓരോ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, അവരും അതിനെ 7 ആക്കി. അങ്ങനെ 7 ആക്കുമ്പോഴുള്ളതിനാണ്. അപ്പം ഇത് 7 ലോകങ്ങളാണ്. ഒരു ലോകത്തെ തന്നെ 7 ആക്കുമ്പോൾ, അഗ്നിദ്രഥൻ ഇതിനെ 7 ആക്കുമ്പോൾ അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇതിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഇതിനെ 7 ആക്കുമ്പോൾ അതിൽ ഈ നടുവിലുള്ളതല്ല, ഈ സ്ഥലത്തുള്ള മരുത്തിലാണ് നമ്മളുള്ളത്. അപ്പം ആ മരുത്തിൻ്റെ കഥ, ആ മരുത്തിൻ്റെ അകത്തുള്ള ഇനി പ്രപഞ്ചം, അതിൻ്റെ അകത്തുള്ള ഈ സൂര്യനും ഗ്രഹങ്ങളെല്ലാം അതിനെല്ലാം അറേഞ്ച് ചെയ്യേണ്ടതെല്ലാം ജോലി ഈ അഗ്നിദ്രഥൻ്റെ മക്കളിൽ വന്നു. ഒരു മകൻ്റെ ആയിട്ട് പറഞ്ഞു, അതാണ് നാഭി. അപ്പം നാഭിയാണ് നമ്മളുള്ള ഈ മരുത്തിൻ്റെ ഉത്തരവാദിത്വം. നാഭിയുടെ ഒരു മകനിലൂടെ, ഇവിടെയാണ് ആത്മീയത സയൻസ് എല്ലാം വിവരിക്കുന്നത്. അതുകൊണ്ട് നാഭിയുടെ ഒരു മകനിലൂടെ എല്ലാ സയൻസുകളും ആദ്യം നമ്മളുള്ള ഈ ലോകത്തിൽ പ്രചരിച്ചു എന്ന് പറയുകയാണ്. ആ മകനെയാണ് നമ്മൾ നേരത്തെ ഋഷഭദേവൻ, വിഷ്ണു തന്നെ വന്നതായിട്ട്. അപ്പോൾ ആ ഋഷഭദേവന് പിന്നെ 100 മക്കളുണ്ടായി.
ആ 100 മക്കളാണ് ഈ മരത്തിലുള്ള നമ്മളുള്ള മരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത്. നമ്മളുള്ള ഈ മരത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളെല്ലാം ഉണ്ടാക്കണം. അതുകൊണ്ട് 100 മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അവരെല്ലാം നോക്കിയിട്ട് അതിൽ നമ്മളുള്ളതാണ് സൂര്യനും നമ്മുടെ സൗരയൂഥ സിസ്റ്റമാണ്. അത് മൂത്ത മകനായ ഭരതന് കൊടുത്തു എന്ന് പറയുകയാണ്. അപ്പം ഭരതനാണ് നമ്മളുടെ സൂര്യനും ഗ്രഹങ്ങളും എല്ലാമായിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി. അല്ലാതെ അതൊന്നും ഒരു ആളൊന്നുമല്ല, എല്ലാം പ്രേരക ശക്തികളാണ്. ആളൊന്നും ഉണ്ടായില്ല. ആ ഭരതനിലൂടെ പ്രപഞ്ചം, ഇനി അതിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം പ്രപഞ്ചവും അതിനു വേണ്ട ശാസ്ത്ര തത്വങ്ങളും എല്ലാം അദ്ദേഹത്തിലൂടെ വരുന്നതായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിലൂടെ എല്ലാ ഭൗതികവും ആത്മീയപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ സൂര്യനും ആ നമ്മുടെ ഗ്രഹങ്ങളെല്ലാം കൂടിയ സൗരയൂഥ സിസ്റ്റത്തിനാണ് ഭാരതം എന്ന് പേര് വന്നത്. അതിൽ ഭൂമിയെ എടുത്താൽ മതി, കാരണം മറ്റുള്ളതിലൊന്നും ആളൊന്നും ഇല്ലാതെ. അതുകൊണ്ട് സൂര്യനും സൗരയൂഥ സിസ്റ്റത്തിൽ ഭൂമിക്കാണ് ഭാരതം എന്ന് പേര് വന്നത്. അപ്പൊ അവിടെ ഭരതനിലൂടെ കുറെ ഇനിയുള്ള സൃഷ്ടിയുടെ പിന്നിലുള്ള രഹസ്യങ്ങളെല്ലാം ഭരതനിലൂടെ അവതരിപ്പിച്ചു. 2 തരം ജീവിതമുണ്ട്, ഭൗതിക ലോകവും എല്ലാം വിട്ടെറിഞ്ഞു പോകുന്ന ആത്മീയ ലോകവും സന്യാസ ലോകവും. അതിനെപ്പറ്റിയുള്ള ശരിയായ വിവരണം അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം എന്ന നിലയിൽ അദ്ദേഹത്തിലൂടെ തന്നെ വിവരിച്ച് തന്നു. എന്നിട്ട് കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തെ ശരിക്കൊന്ന് ഇവിടെ ഇനി ഉണ്ടാകാൻ പോകുന്ന ജീവജാലങ്ങളുടെ എല്ലാം അടിസ്ഥാന തത്വം ഒന്നുകൂടി വിസ്തരിച്ചു തരികയാണ് വേറൊരു അദ്ദേഹത്തിൻ്റെ കഥരൂപത്തിൽ. കഥയിൽ ചോദ്യമില്ല, എന്നാലും ഒരു കഥരൂപത്തിൽ ബാക്കിയുള്ള രഹസ്യങ്ങളും കൂടി പറയുകയാണ് ഇതിലൂടെ. അതൊരു വേറൊരു കഥയായിട്ട് പറയുകയാണ്. ശുഗൻ പറയുകയാണ്, ഒന്നില് ഒരിക്കൽ മഹാനദി ഗന്ധകിയിൽ കുളിച്ച് അനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ് ഓങ്കാരമന്ത്രം ഉരുവിട്ടുകൊണ്ട് 3 മുഹൂർത്തത്തോളം നദീകരയിൽ ഇരുന്നു. അദ്ദേഹം ഈ ഭാരതവർഷം ഉണ്ടാക്കിയിട്ട് പിന്നെ മക്കൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ മക്കൾക്കെല്ലാം വിട്ടുകൊടുത്തിട്ട് കാര്യങ്ങൾ നോക്കി നടക്കുമ്പോൾ അവസാന നിമിഷത്തിൽ മക്കൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? സന്യാസത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് സന്യാസിച്ചിട്ട് മക്കൾ വലുതായി കഴിഞ്ഞാൽ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകണമല്ലോ. അപ്പം പിന്നെ സന്യാസമാണ്, ബ്രഹ്മത്തെ പോലെയൊക്കെ. അദ്ദേഹം ഭയങ്കര ഭക്തിയോട് കൂടി തന്നെ. കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ആ വിഷ്ണു എന്താണോ ആഗ്രഹിക്കുന്ന ആ കർമ്മമാണ് ചെയ്യുന്നത്. നമ്മളെപ്പോലെയല്ല, നമ്മൾ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇവരെല്ലാം അതിനു വേണ്ടി ജീവിച്ചവരാണ്. അതുകൊണ്ട് ജോലി കഴിയുമ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് സന്യസിക്കാൻ പോകും. ആ വന്നെടുത്ത് തന്നെ തിരിച്ചു പോകും, ബ്രഹ്മസാക്ഷാത്കാരം. അപ്പം അതിനു വേണ്ടി അങ്ങനെ ഇരുന്നപ്പോൾ 2 പറയുകയാണ്, അപ്പോഴവിടെ ഒരു മാൻപേട ദാഹിച്ചു ഒറ്റക്ക് അവിടെ വന്നു. വേറെ കഥ പറയുകയാണ്. അതിലൂടെ ചില ആശയങ്ങൾ നമുക്ക് തരികയാണ് ഈ കഥയിലൂടെ. ഒരു മാൻപേട ദാഹിച്ചിട്ട് ഒറ്റക്ക് അവിടെ വന്നു. അത്യാർത്തിയോടെ അവൾ വെള്ളം കുടിക്കുമ്പോൾ അതിഭയങ്കരമായ സിംഹഗർജനം അടുത്ത് നിന്ന് കേട്ടു. അപ്പൊ അത് വെള്ളം കുടിക്കുമ്പോൾ ദാഹിച്ചിട്ട് വന്നല്ലോ, ഒറ്റക്കാണ്. അപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ടത്. അപ്പോൾ എന്തു പറ്റി? പേടിച്ച് വരണ്ടു പോയി.
പ്രകൃതിയാൽ തന്നെ വ്യാകുലതയും മാൻകുട്ടികളെല്ലാം പൊതുവെ ശാന്ത സ്വഭാവം നാലിൽ പറയുകയാണ്. വ്യാകുലതയും പരിഭ്രാന്തിയുമായ അവൾ അമ്പരന്നുകൊണ്ട് വെള്ളം കുടിച്ച് ദാഹം തീർക്കുന്നതിനു മുമ്പ് തന്നെ അക്കരയ്ക്ക് കുതിച്ചു ചാടി, മറ്റേ കരയിലേക്ക് കുതിച്ചു ചാടി. ഈ സിംഹത്തിന്റെ ഗർജനം കേട്ട് വെള്ളമൊന്നും കുടിക്കാതെ. അവള് ഗർഭിണിയായിരുന്നു. അവളുടെ ചാട്ടത്തിൽ അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞെല്ലാം ഇളകാൻ തുടങ്ങി. കുഞ്ഞെന്ത് ചെയ്ത് ആ യോനിയിലോട്ട് എടുത്ത് വെളിയിലേക്ക് ചാടി. എന്നിട്ട് ആ ഒഴുക്കില് വീണുപോയി. ഇത് ആദ്യം പറയാണ്, ആ മാൻപേകളുടെ ആകട്ടെ എടുത്തു ചാട്ടത്താലും പിന്നെ ഈ ഗർഭത്തിൽ സംഭവിച്ച കുട്ടി വെളിയിൽ ചാടിയതെല്ലാം ഓർത്തിട്ട് തൻ്റെ സംഘത്തിൽ നിന്നും വേർപിരിഞ്ഞവളായിട്ട്, അവളെ സംഘത്തിൽ നിന്നും വേർപിരിഞ്ഞവളാണ്, ഏതോ ഒരു വങ്കിൽ ചെന്ന് വീഴുകയും ആ ചാട്ടത്തിൽ എവിടെയോ ഒരു വങ്കിൽ പോയി വീണു. എന്നിട്ട് എന്ത് ചെയ്തു? ഉടൻ മരിക്കുകയും ചെയ്തു. അതങ്ങ് മരിച്ചു. പിന്നെ 7 അമ്മയാൽ വേർതിരിക്കപ്പെട്ട ആ മാൻകുട്ടി ഒഴുക്കിലങ്ങ് പെട്ടത് ഈ ഭരതൻ കാണുന്നു. ഭരതൻ എന്ന് പറഞ്ഞാൽ സന്യാസത്തിൽ എല്ലാം വിട്ടെറിഞ്ഞിട്ട്, മക്കൾ വലുതായാലും നമ്മൾ വിട്ടെറിഞ്ഞ് പോകണമല്ലോ. നമ്മളങ്ങനെ പോവുകയാണെന്ന് വെച്ചോ, എല്ലാം ഒന്നിലും താല്പര്യമില്ല, തുണി അടക്കം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മമേശാരണം എന്ന് വെച്ച് പോവുകയാണ്. അപ്പോഴാണ് ഭരതൻ നദിയിൽ നിന്ന് ഒരു മാൻകുട്ടി വെള്ളത്തിൽ നിന്ന് മുങ്ങുന്ന കണ്ടത്. അപ്പം നമ്മൾ സന്യസിക്കാൻ പോയാലും ഒരു മാൻകുട്ടി ആദ്യമല്ല എന്ത് പറ്റും, നമുക്ക് എല്ലാം വിരക്തി വന്നിട്ട് എല്ലാം നോക്കുന്നതെല്ലാം ബ്രഹ്മമാവില്ലല്ലോ. അത് കണ്ണും കാതും എല്ലാം നശിക്കണം. അപ്പോഴേ അവസ്ഥയിലെത്തുക. അതിന് മുമ്പിലെല്ലാം കുറച്ചെല്ലാം എല്ലാം കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യും. ഇപ്പോൾ ഒരു മാൻകുട്ടിയാണെങ്കിൽ രക്ഷിക്കും. അപ്പോൾ എന്ത് ചെയ്ത് ആ നദിയിൽ നിന്ന് അതിനെ എടുത്തിട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ മാൻകുട്ടി 8 പറയുകയാണ്, അധികമായ മമത കാരണം പിന്നെ അതിനോട് വലിയ സ്നേഹമായി. എന്തുകൊണ്ടാണ് സ്നേഹമായത്? കഷ്ടമേ, ഭയങ്കര കഷ്ടം തന്നെ. കാരണം അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു കൊച്ചാണ്. ശരിയായ മനുഷ്യ കൊച്ചല്ലെങ്കിലും ഒരു ജീവി തന്നെയാണല്ലോ. നമുക്ക് സഹാനുഭൂതി തോന്നും. ഇതെല്ലാം നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ വിരക്തി വന്നു പോയാൽ നമുക്കുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. കാരണം അവൻ്റെ കർമ്മം തീർന്നിട്ടില്ല. അവന് കുറച്ചും കൂടി കർമ്മമുണ്ട്. ഈ മാൻകുട്ടീനെല്ലാം രക്ഷിക്കേണ്ട അതിനെ പോറ്റേണ്ട പരിപാടിയുണ്ട്. അപ്പം കർമ്മം തീർന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നാൾതോറും അതിനെ പോറ്റുക, കാക്കുക, വല്ലതും കട്ടുകൊണ്ടുപോകാതെ അല്ല പിടിച്ചുകൊണ്ട് നിന്ന് താലോലിക്കുക, സന്തോഷിപ്പിക്കുക. പിന്നെ മാനാകുമ്പോൾ സന്തോഷിപ്പിക്കലുണ്ടാവില്ല എന്ന ചിന്തയാൽ യമനിയമങ്ങളും സ്നാനാദികളും ഓരോ ദിവസം കഴിയും തോറും വിട്ടുപോയി. അതുവരെ ആത്മീയമായിട്ട് ചിന്തിച്ച് നടന്ന ചിന്തയെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അങ്ങ് പോയി. ആ മാൻകിടാവ് കാൽചക്രത്തിരിച്ചലിൻ്റെ വേഗം കൊണ്ട് തൻ്റെ കൂട്ടത്തിൽ നിന്നും ഉറ്റവരിൽ നിന്നും വേർപെട്ട് എന്നെ ആശ്രയിച്ചിരിക്കുന്നു. അയാൾ ചിന്തിക്കുകയാണ്. ആ മാൻകിടാവ് കാലചക്രത്തിൻ്റെ ഗതിയിൽപ്പെട്ട് വേഗം കൊണ്ട് അതിൻ്റെ കൂട്ടുകാരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോയ കഷ്ടം. അത് ഒറ്റപ്പെട്ടു പോയി. ഉറ്റവരിൽ നിന്നെല്ലാം വേർപെട്ടു. അതിനിപ്പം കൂട്ടുകാരൊന്നുമില്ല. കാരണം ഇയാൾ കൊണ്ടാകുന്ന ആശ്രമത്തിലാണ്, ആരും കൂട്ടുകാരില്ല. എന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ബന്ധങ്ങൾ വരികയാണ്. നമ്മൾ എന്തെങ്കിലും കണ്ട് കേട്ട് എന്തെങ്കിലും സഹാനുഭൂതിയായാലും വേണ്ടിയില്ല, ഇതെല്ലാം ബന്ധനത്തിലേക്കാണ് കൊണ്ട് ചാടുക എന്ന തത്വമാണ്. ഇങ്ങനെയാണ് നമ്മൾ ബന്ധനത്തിലകപ്പെടുന്നത്. അപ്പം എന്നെ പിന്നെ സങ്കടങ്ങൾ വരും, വിചാരങ്ങൾ വരും. അതിലൂടെയെല്ലാം പിന്നെ നമ്മളെ ഈ ഇതുമായിട്ട് അതിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെ തലയിൽ വെച്ചിരിക്കുകയാണ് ആ ശക്തി. വേർപെട്ട് എന്നെ നമുക്ക് സങ്കടമുണ്ട്. അയ്യോ, എന്നെ ആശ്രയിച്ചിട്ട് ആ മാൻകുട്ടി ജീവിക്കുകയാണ്. അതിന് ആരും കൂട്ടുമില്ല, ആകെ ഞാനേ ഉള്ളൂ.
അച്ഛൻ, അമ്മ, കൂട്ടുകാർ, മോരാവെ പറ്റിയെല്ലാം മെല്ലാമായി അവരെ എല്ലാത്തിന് പകരം എന്നെ കാണുകയാണ്. ഇപ്പൊ അതിന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനാണ്. സന്യസിക്കാൻ പോയ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയ കക്ഷിയാണ്. എന്നിട്ട് ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ മാൻകുട്ടിയെ രക്ഷിക്കേണ്ട ബാധ്യത ഇവന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. അതിന് വിചാരങ്ങൾ ഉണ്ടാക്കിയാണ്. അതിനോടുള്ള സ്നേഹവും അച്ഛനില്ല, അമ്മയില്ല എന്നെല്ലാം ചിന്തിച്ചിട്ട് ഇത് നമുക്കും എല്ലാം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ നിസ്സാര കാര്യത്തിന്റെ പേരിലാണ് ബന്ധനങ്ങളിൽ അകപ്പെട്ടുന്നത്. സന്യാസത്തിൽ പോയാലും നടക്കില്ല. ഇതെല്ലാം കളഞ്ഞാലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും കളയാൻ പറ്റില്ല. കാരണം നമ്മളെ കർമ്മങ്ങൾ ബാധ്യതയുണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റൂ. ഇതാണ് ജീവിത തത്വങ്ങൾ പഠിപ്പിച്ചേരിയാണ്. എന്നിട്ടാണ് മനുഷ്യരുടെ എല്ലാം ജീവിതത്തിലേക്കുള്ള കഥയിലേക്ക് പോകാൻ വന്നത്. ആദ്യം തന്നെ സൃഷ്ടി ഇങ്ങനെയാണ് മനുഷ്യരെ ജീവജാലങ്ങളെ ഇനി സൃഷ്ടിക്കാൻ പോകുന്നത്. ഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് സൗരയൂഥ സിസ്റ്റമെല്ലാം ഉണ്ടാക്കി ഇനിയുള്ള ജീവജാലങ്ങളെ ഇങ്ങനെയുള്ള വിചാരങ്ങളിലൂടെയാണ് പരസ്പരം ബന്ധിപ്പിച്ചിട്ട് കാര്യങ്ങൾ ജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എന്നെ ശരണം പ്രാപിച്ചതിനാൽ അതിനെ തള്ളിക്കളയുന്നത് ദോഷമാണ്. അത് എന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇനി അതിനെയും വിട്ടിട്ട് ഞാൻ സന്യസിക്കാൻ പോയാൽ അത് ദോഷമാണ്. അതിലും വലിയ പാപം വേറെയില്ല. അതിന് പിന്നെ ആരാ ഉള്ളു? ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുന്നത്. അറിവുള്ളതിനാൽ അദ്ദേഹത്തിന് അറിവെല്ലാം ഉണ്ട്. അതിനാൽ സ്വാർത്ഥ ചിന്തയില്ലാതെ, അദ്ദേഹത്തിന് സ്വാർത്ഥ ചിന്തയൊന്നുമില്ല. അല്ല, മാനോട് പ്രേമമൊന്നും വന്നിട്ടൊന്നുമില്ല. അദ്ദേഹത്തിനുള്ള ഒരു സ്വാർത്ഥ ചിന്തയില്ല. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒന്നും നേടാനില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം സന്യസിക്കാൻ പോണ്ടവനാണ്, എല്ലാം വിട്ടെറിഞ്ഞ് പോണ്ടവനാണ്. അപ്പോൾ സ്വാർത്ഥ ചിന്തയില്ലാതെ അതിനെ തീറ്റിപ്പോറ്റി ലാളിക്കുക എന്നത് കർത്തവ്യമായി കരുതി. അത് എൻ്റെ കർമ്മമാണ്, കർത്തവ്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കർത്തവ്യത്തിൽ ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ഒരു പെണ്ണോട് പ്രേമം തോന്നും, അയ്യോ പ്രേമിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ അവളെ വഞ്ചിക്കുന്നതിന് എന്നാ കെട്ടിക്കളയാൻ കിട്ടും. ഒരു രസത്തിൽ ഒരു ദിവസത്തിൽ ഒരു പ്രേമം തോന്നും. അത് പിന്നെ അടുപ്പായിട്ട് പിന്നെ കളയാനും പറ്റൂല. ഇഷ്ടമില്ലെങ്കിലും കളയാൻ പറ്റൂല. കാരണം അത് തെറ്റല്ലേ. നമ്മൾ പ്രേമിച്ചിട്ട് വഞ്ചിക്കുക എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുമ്പോൾ ഒരു കുട്ടിയുണ്ട്, അയ്യോ ഇത് എൻ്റെ കുട്ടിയല്ലേ, ഇനി പിന്നെ ആരാണ് ഉള്ളത്? ഇങ്ങനെ ബന്ധനങ്ങൾ ഓരോന്നും ആയിട്ട് പെട്ടിട്ടാണ് നമ്മൾ കർമ്മം ചെയ്തു കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ശക്തി നമ്മളിലൂടെ ഓരോ വിചാരങ്ങളിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പൊ നമുക്കിതാണ് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഇതിൽ നിന്നും ഊരാൻ പറ്റില്ല. പ്രശാന്ത സ്വഭാവക്കാരായ ആര്യന്മാർ ദീനരിൽ സ്നേഹം കാരണം ഇത്തരം അവസരങ്ങളിൽ അതിഗൗരവമുള്ള തൻ്റെ കർത്തവ്യത്തെ പോലും വിട്ടുകളയാറുണ്ട്. ആര്യന്മാരാണ് ഏറ്റവും വേദങ്ങൾ എഴുതിയ ആ വ്യക്തികൾ. അവരുടെ ജീവിതം തന്നെ ഇത്തരം വേദരഹസ്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ചെലവിട്ടവരാണ്. പക്ഷെ അവർ പോലും, ഈ തത്വങ്ങളെല്ലാം അറിയുന്നവർ പോലും ചില നിമിഷങ്ങളിൽ സ്വന്തം കർത്തവ്യം മറന്നിട്ട് ചിലതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകാറുണ്ട്. പല വ്യക്തികളും തന്നെ രാഷ്ട്രത്തിന് സംഭാവന ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിനും അനീതിക്കെതിരായിട്ടും എല്ലാം പോരാടുന്നുണ്ട്. അവരുടെ കുടുംബ ജീവിതം തന്നെ ശിഥിലമാകുന്നുണ്ട്. ആത്മാർത്ഥമായി ലോക പുരോഗതിക്ക് വേണ്ടി ധീരമായി ഇറങ്ങിത്തിരിച്ചവരുടെ പലവരുടെയും കുടുംബജീവിതം താറുമാറാകുന്നുണ്ട്. അവർ സ്നേഹമില്ലാത്തവരല്ല, അവർ എല്ലാവരിലെയും ലോകത്തെ തന്നെ സ്നേഹിക്കുകയാണ്. അപ്പോൾ തൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തൻ്റെ ബന്ധങ്ങളെപ്പോലും അവർ മറ്റുള്ള ലോക നന്മയ്ക്ക് വേണ്ടി വിശാലമായ ഒരു ചിന്താഗതിയിൽ അവർ ചെലവിടുകയാണ്. കാരണം അങ്ങനെയാണ് ഓരോ വികാരങ്ങളും മനുഷ്യനെ കൊണ്ടുപോകുന്നത്.
അപ്പം വലിയ ഉത്തരവാദിത്തങ്ങളുള്ളവരെ മനുഷ്യൻ അങ്ങനെ കൊണ്ടുപോകും. അവരൊന്നും സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തനിക്ക് വേണ്ടിയോ തൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ല ചെയ്യുന്നത്. അത്ര മഹാന്മാര്. അപ്പൊ അങ്ങനെ ചിലവര് നമ്മൾ ചെയ്യേണ്ടതായ കർമ്മം പോലും വിട്ടുകളയുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഇത് പലർക്കും സംഭവിച്ചിട്ടുണ്ട്, നമുക്കും സംഭവിക്കും. 11. ഇങ്ങനെ ആസക്തിയിൽപ്പെട്ട രാജർഷി ഇരിപ്പ്, കിടപ്പ്, നടപ്പ്, നിൽപ്പ്, ഉറങ്ങുക, മറ്റെല്ലായ്പ്പോഴും, എല്ലാ സമയത്തും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും മറ്റെല്ലായ്പ്പോഴും സ്നേഹബന്ധം ഉള്ളിൽ വെച്ച് തളച്ചവനായി മാറി. സ്നേഹബന്ധം അത് പിന്നെ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മാൻകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ അത് ഒറ്റയായിപ്പോകും. 12. കുശപ്പുല്ല്, പുഷ്പം, ചമത, ഫലമൂലാദികൾ എന്നിവ ശേഖരിക്കാൻ പോകുമ്പോൾ, അങ്ങയുടെ പൂജക്ക് പോകുമ്പോൾ ഇതെല്ലാം ശേഖരിക്കണമല്ലോ. പുഷ്പങ്ങൾ, ചമത, ഇതെല്ലാം ശേഖരിക്കാൻ പോകുമ്പോൾ ചെന്നായോ മറ്റോ നായ്ക്കളോ മറ്റോ ഈരെ പിടിച്ചു കളയുമെന്ന് ഭയന്നിട്ട് അതിനെയും കൂടെ കൂട്ടിക്കൊണ്ടേ പോകുള്ളൂ. അത്രയും അതുമായിട്ടുള്ള ബന്ധം മാറി. വഴിക്ക് വെച്ച് ചെറുപ്പത്തിൻ്റെ സ്വഭാവം കൊണ്ട് ഈ മാൻകുട്ടി അവരവിടെ നിൽക്കുമ്പോൾ, മാൻകുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരവിടെ അതും ഇതുമെല്ലാം നിൽക്കുകയല്ല. അതിപ്പോൾ ഏതായാലും അങ്ങനെ നിൽക്കും. പശുവിനെ എല്ലാം കൊണ്ടുപോകുമ്പോൾ ഓരോ സ്ഥലത്ത് വെച്ച് അത് നടക്കാതെ എങ്ങനെ നിൽക്കും. അതിസ്നേഹത്താൽ, അപ്പം സ്നേഹം മൂത്തിട്ട് അതിനെ ചുമലിലേക്ക് നടക്കും. കൂടാതെ മടിയിലും മാറത്തുമെല്ലാം എടുത്തു വെച്ചിട്ട് ലാളിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് നമ്മളെ ബന്ധങ്ങളിൽ വീഴുന്നത്. ജീവിതം ബന്ധങ്ങളാണ്. പിന്നെയുള്ള ബന്ധത്തിൻ്റെ ദോഷങ്ങളാണ് ഈ പറയുന്നത്. ജോലിക്കോളും മര്യാദയ്ക്ക് അല്ല, പുഷ്പം ശേഖരിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റൂല. ഇനി ആലോചിച്ചിട്ട് ഇതിനെ ചുമന്നുകൊണ്ട് നടക്കണം. ജീവിതമേ ഭാരമാണ്, കഷ്ടപ്പാടാണ്, തൊലച്ച പരിപാടിയാണ്. ഈ പാപികളായിട്ട് ജനിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാം വിട്ടുപോയി കഴിഞ്ഞാൽ പരമസുഖമാണ്. പക്ഷെ വിട്ടുപോകാൻ പറ്റില്ല. കാരണം ഭരതൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മളുടെ അവസ്ഥയെല്ലാം ഇത് തന്നെയാണ്. നമുക്കൊന്നും സന്യാസം പറഞ്ഞിട്ടില്ല. പിന്നെ അത് തീരുമാനിച്ചാൽ ചിലപ്പം പോകും. എൻ്റെ 14 പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കിയിട്ട് പൂജ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇടയ്ക്കണെങ്കിൽ പൂജയായിരിക്കും അവിടെ ചെയ്യുന്നത്. എന്തിന്? ശ്രീഹരിനെ പൂജിക്കുന്ന സമയത്ത് ഇടയ്ക്കണിച്ച് നോക്കി ഈ മാൻകുട്ടി അവിടെ ഉണ്ടോന്ന്. നമ്മളും കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ പരിപാടി. ഒരു പരിപാടിയും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും ബന്ധനത്തിൽ അകപ്പെടുകയാണ്. ഉദാഹരണ സഹിതം നമ്മളെ ഇനിയുള്ള ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. നമ്മൾ പലതരം ബന്ധനങ്ങൾ അകപ്പെടുന്നുണ്ട്. നോക്കിയിട്ട് ഭാരതവർഷാധിപനായ അദ്ദേഹം, ഭാരതവർഷത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്നാണ് ഭാരതം എന്ന പേര് വന്നത്. അതിൻ്റെ അധിപനാണ്, തലവനാണ് അദ്ദേഹം. സ്വസ്ഥത കൈവന്ന മനസ്സോടെ അനുഗ്രഹ ആശംസകൾ ചൊരിയും. അപ്പോൾ എന്തെങ്കിലും പൂജ നടത്തുന്നതിൻ്റെ ഇടക്ക് ചാടി പുറത്തേക്ക് വന്നിട്ട് ഈ മാൻകുട്ടീനെ നോക്കും. അപ്പം നല്ലൊരു ഇത് കിട്ടും. കാണുമ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഒരു എന്നിട്ട് ആശംസിക്കും. നന്മ വരട്ടെ മകനെ നിനക്കെപ്പോഴും. നമ്മളും പൂജ എന്തൊക്കെയെല്ലാം പൂജാമുറിയിൽ ഇരുന്നിട്ട് പൂജ ചെയ്യുമ്പോഴായിരിക്കും കൊച്ചവിടെ അവിടെ കട്ടുമെന്ന് വീഴുക എന്തോ ചാടി പിടിച്ചൊന്ന് പോയി നോക്കും. അവിടെ എത്തുമ്പോഴുള്ള ഒരു നിർവൃതി എന്തോ എന്ന് അതിനെന്താ പറയുക, ഒരു വികാരം എന്തായിരിക്കും? ഭയങ്കര ഇതാണ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ. ഇതെല്ലാം മനുഷ്യൻ്റെ ഇനിയുണ്ടാകുന്ന ജീവജാലങ്ങളുടെ
സ്വഭാവ വിശേഷങ്ങൾ ഇങ്ങനെയായിരിക്കും. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചവന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം ഒരു കമ്പ്യൂട്ടറിലെ ഒരു റോബോട്ടിന്റെ മാതിരിയാണ്, പ്രോഗ്രാം ചെയ്ത മാതിരിയാണ് നമ്മളെ ജീവിതം പോകുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലുള്ള ഇനിയുള്ള ജീവിതം ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഭരതന്റെ ഈ കഥയും വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഇതെല്ലാം നമ്മളെ ഇത്രയും ബന്ധനങ്ങളാണ്, നമ്മൾ ആ വിചാരങ്ങളാണ് അപ്പോൾ പ്രകടിപ്പിക്കുന്നത്. കുട്ടി അവിടെ കാണുകയാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. 15 കാണാത്ത നേരത്ത് വ്യാകുല ചിത്തനായി അധികരിച്ച ഉത്കണ്ഠ. കണ്ടിട്ടില്ലെങ്കിലോ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ കട്ടുമെന്ന് പൊട്ടി, കട്ടുമ്പോ കിടത്തി വെച്ചതാണ്, അങ്ങ് പോയി നോക്കട്ടെ, എണീച്ചോ നോക്കിയിട്ട് നോക്കുമ്പോൾ അവിടെ കണ്ടിട്ടില്ലെങ്കിലോ ആ നിമിഷത്തിലുള്ള ഒരു മനോവികാരം എന്താണ്? അധികരിച്ച ഉത്കണ്ഠയാൽ നമ്മൾ ഇങ്ങനെയുള്ള വികാരങ്ങളിൽ അടിമപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? വിഷാദം, ദുഃഖം ദുഃഖം മൂലം ഹൃദയത്തിൽ സന്താപത്തോടെ ദുഃഖിച്ചിരുന്ന് വ്യാകുലതയുടെ ആകെ പരവശയാവും. എന്നിട്ട് ഇങ്ങനെ ചൊല്ലും. 16 കുട്ടീനെ കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് പറയാ? അയ്യോ, ചത്തുപോയ മാൻപേടയുടെ അമ്മയുടെ മകനായ ഈ പാവം മാൻകുട്ടി, അവൻ്റെ അമ്മ ചത്തുപോയതാണ്. പാവായ മാൻകുട്ടി വഞ്ചനാ വിരുദ്ധനും പുണ്യം ചെയ്യാത്തവനും നീചനുമായ വല്ല വേടനും പിടിച്ച. പിന്നെ വേടന്റെ ചിന്തയാണ് വരിക. എന്നിട്ട് പിന്നെ മനസ്സിലൊന്ന് സമാധാനിക്കുകയും ചെയ്യും. ആ വേടന് അവൻ ദുഷ്ടനും എല്ലാം തന്നെയാണ്, എങ്കിലും അതിനൊരു മനസ്സലിവ് വന്നിട്ട് ഈ സമയത്തെങ്കിലും എൻ്റെ കുട്ടിയുടെ, ഈ മാൻകുട്ടിയുടെ കാര്യത്തെങ്കിലും മനസ്സലിവ് വന്നിട്ട് പഴയ സ്വഭാവമെല്ലാം പരിഗണിക്കാതെ വിട്ടയച്ചിട്ട് നല്ല ഭവനെ പോലെ അതിനെ വിട്ടയക്കും. അയ്യോ, ആ മാൻപേട വല്ല ഒരു സ്നേഹമില്ലാതെ ക്രൂരനായ മാൻപേട വല്ല വേടൻ്റെയും കയ്യിൽ അകപ്പെട്ടിട്ട്, എന്നാൽ അവനൊരു മനസ്സിലൊരു സഹാനുഭൂതി വന്നിട്ട് അത് വിട്ടടച്ചിട്ട് നല്ലവനായിട്ട് അതിനെ വിടുമോ? ഇങ്ങനെയുള്ള ചിന്തയിൽ വേണ്ടാത്ത ചിന്തകളാണ് തലയിലപ്പോൾ കീഴുക. അപ്പം ചിന്തിക്കുന്നതിന് ഒരു അധികം പോസിറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുക, അല്ലാതെ വല വേടം കൊണ്ട് കൊന്നതെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴും അതിൽ ഒരു ചെറിയൊരു ശുഭ ചിന്തയോടും കൂടിയേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ ആ സമയത്ത്. അല്ലാതെ അതിൻ്റെ കാറ്റ് കഴിഞ്ഞു പോയി എന്നൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു പല ദുർഘടങ്ങൾ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള നിലയിൽ എല്ലാം ചിന്തിക്കും. പക്ഷെ അതേസമയം അതിന് ദയ തോന്നിയിട്ട് വിടുവായിരിക്കും. ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് ആ സമയത്ത് പോവുക. എൻ്റെ 17 പറയാണ്, ആശ്രമത്തോട്ടത്തിൽ ഇളം പുല്ല് നിന്ന് ദൈവത്താൽ കാത്തു രക്ഷിക്കപ്പെട്ടിട്ട്, ദൈവം ഉണ്ടല്ലോ. പിന്നെ വിചാരിക്കും, അയ്യോ ദൈവമുണ്ട്, ദൈവം എന്നെ രക്ഷിക്കും, ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, അതുകൊണ്ട് ദൈവം എന്നെ രക്ഷിച്ചിട്ട് അതിനെ അങ്ങനെ കാണാൻ തരപ്പെടുമോ എന്ന് മനസ്സിൽ ചിന്തിക്കും. ദൈവത്തിൻ്റെ ദൈവം രക്ഷയായിരിക്കും. ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് പിന്നെ ഉള്ള ചിന്തകൾ മുഴുവൻ പോയത്. ചിന്തിക്കുന്നത് എന്നാണ് ഏറ്റവും ഭയങ്കരമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് പിടിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ നെഗറ്റീവെല്ലാം ചിന്തിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന തരത്തിൽ ഒരു വകുപ്പ് വെച്ചുകൊണ്ടാണ് ചിന്തകൾ പോവുക. പിന്നെ വേറെ ചിന്തയും വരും, തിരിച്ചും വരും. ചെന്നായോ നായോ കൂട്ടമായിട്ടാണോ വരുക? കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി കടിച്ചു വിരിക്കില്ലേ, അപ്പം അത് ഭയങ്കര സങ്കടമാണ്. അല്ല, ഒറ്റക്കാണെങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ല.
ചിലപ്പോൾ രക്ഷപ്പെടാനും പറ്റും, അല്ലെങ്കിൽ എവിടെയും മുറിവ് കെട്ടിയിട്ട്. ഇത് കൂട്ടായിട്ട് വന്നു കളയോ അല്ല ഒറ്റക്ക് വരുമോ, ഇനി മറ്റു പല മൃഗങ്ങളുമോ പിടിച്ച് തിന്നുകയില്ലയോ? തിന്നില്ലായിരിക്കും ഇല്ലേ? ഇങ്ങനെയാണ് ചിന്തിക്കുക. തിന്നുകയില്ലയോ, അതായത് തിന്നില്ലായിരിക്കും. അപ്പൊ കടന്ന് ചിന്തിക്കുന്നുണ്ട്, ഒരു പഴുതും വെക്കുന്നുണ്ട്. ഇത് 19 പറയാണ്, സമസ്ത ലോകത്തിന്റെയും ക്ഷേമത്തിനായി ഉദയം ചെയ്ത വേദമൂർത്തിയായ സൂര്യദേവൻ, അതാണ് സൂര്യനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ സമസ്ത ലോകത്തിന്റെയും ക്ഷേമത്തിനായി ഉദയം ചെയ്ത സൂര്യനിലും കാലത്തിലും വിശ്വാസം അർപ്പിക്കുന്നു. വേദമൂർത്തിയായ സൂര്യദേവനും അസ്തമിക്കുകയാണല്ലോ. സൂര്യനാണ് നമ്മളെ രക്ഷിക്കേണ്ടത്, പക്ഷേ സന്ധ്യയാകാൻ പോവുകയാണ്. എൻ്റെ വംശത്തിന്, പിന്നെ വംശത്തിൽപ്പെട്ടു ഈ കുട്ടി, ഇതൊരു മാൻകുട്ടിയാണ്, പക്ഷെ ചിന്തിക്കുന്ന അവൻ്റെ വംശത്തിലെ ഒരംഗമായി മാറുകയാണ്. എൻ്റെ വംശത്തിന് സൂക്ഷിക്കുവാൻ വേണ്ടി ആ മാൻപേട തന്ന, ഏത് അമ്മച്ചി തന്ന, നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ വംശത്തിന്. ഇപ്പോഴും അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ആ അമ്മച്ചി. എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചത്. അമ്മ എന്നെ ഏൽപ്പിക്കുകയാണ് ഈ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ മാൻകുട്ടി ഇപ്പോഴും വന്നു കാണുന്നില്ല, അതിപ്പോഴും വന്നു കാണുന്നില്ല. ഇരുപതിൽ പറയുകയാണ്, ഇളമാൻ രാജകുമാരൻ, പിന്നെ അത് രാജകുമാരനായി. ചിന്തിച്ച് രാജകുമാരന്റെ അവസ്ഥയിലേക്ക് അതിനെ കണ്ടു. പലവിധ മാൻകിടാങ്ങൾക്ക് ചേർന്ന ലീലകൾ കാട്ടിക്കൊണ്ട്, കുട്ടി മാൻപേടകളെല്ലാം കാണിക്കുന്ന ലീലകൾ കാട്ടിക്കൊണ്ട് എന്നെ സമീപിച്ച് സുഖിപ്പിക്കുമോ എന്തോ. ചിലപ്പം വരുമായിരിക്കും, വന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കുമായിരിക്കും. ഇനി 21 എന്നിട്ട് 21 പറയാണ്, കളിയിൽ ഞാൻ കളിക്കുമ്പോൾ കള്ളമായിട്ട് സമാധി രൂപത്തിൽ കണ്ടില്ല എന്ന രൂപത്തിൽ, സമാധി രൂപത്തിൽ അതിനെ കണ്ടില്ല എന്ന രൂപത്തിൽ ഇരിക്കും, അതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. കള്ളത്രാണത്തിൽ കണ്ണിനരച്ചിരിക്കുന്ന എന്നെ സമീപിച്ചിട്ട് പ്രണയകോപത്താൽ അതിന് ദേഷ്യം വരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പതുപതുപ്പുള്ള കൊമ്പിൻ്റെ തുമ്പ് കൊണ്ട് പേടിച്ചിട്ട് മുട്ടിയിരിക്കും. അതേസമയം വന്നിട്ട് എന്നോട് ചേർന്നിട്ട് ഈ കഴിഞ്ഞ സംഭവങ്ങൾ ഓർക്കുകയാണ്. ഇനി 22 ഇത് കഴിഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് പോവുകയാണ്. എന്തെന്ന്? ഹവിസ അർപ്പിച്ച ദർഭപ്പുല്ല്, അതേ പൂജക്കർപ്പിച്ച ദർഭപ്പുല്ല് കടിച്ചു വലിച്ച് തിന്നപ്പോൾ, അത് കടിച്ചു വലിച്ച് തിരിച്ചപ്പോൾ, ദേഷ്യം പിടിച്ചിട്ട് ശകാരിച്ചപ്പോൾ അത് പേടിച്ചരണ്ട് കളി നിർത്തിയിട്ട് മുനിബാലനെ പോലെ ഒതുങ്ങി നിന്നു. അപ്പോൾ അന്ന് അതിനെ പേടിപ്പിച്ചപ്പോൾ, കാരണം ഹവിസ് അർപ്പിച്ച ദർഭപ്പുല്ലാണല്ലോ കടിച്ചത്, അതുകൊണ്ടൊന്ന് ശകാരിച്ചപ്പോൾ അത് പേടിച്ച് ഒതുങ്ങി നിന്ന ആ ഒരു അവസ്ഥകളെല്ലാം മനസ്സിലൂടെ കഴിഞ്ഞ ആ കൊച്ചുവായിട്ടുള്ള എല്ലാ ഓർമ്മകളും മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇനി 23 പറയുകയാണ്, ഭാഗ്യദേവിയായ ഭൂമിദേവി. അപ്പം ഭൂമി അതായത് കാലം അല്ലെ ഈ പ്രപഞ്ചം, ഇണക്കമുള്ള കൃഷ്ണ മാൻകുഞ്ഞിൻ്റെ വേർപാടിൽ ദയനീയമായി ഇരിക്കുന്ന എനിക്ക് ഈ ഭൂമിദേവി അത് പോയ വഴിയെല്ലാം കാട്ടിത്തരുമായിരിക്കും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് നമുക്ക്, കാരണം ഭൂമിയിലൂടെയാണല്ലോ അത് പോയ വഴിയല്ല. അത് പോയ വഴി പോയിട്ടുണ്ടെങ്കിൽ ആ വഴിയെല്ലാം കാട്ടിത്തരുന്ന ആരാണ്? ഭൂമിയാണ്. ഭൂമിയിൽ നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ അത് പോയ വഴിയിലൂടെയാണ് തപ്പിപ്പോവുക. ഏതുപോലെ എന്നാണ് മുക്തി വേണ്ടവർക്കെല്ലാം ഭൂമി ദേവി മുക്തിക്കുള്ള വഴിയും, വേറെ ബ്രാഹ്മണർക്ക് അവരുടേതായ യജ്ഞശാലയിലേക്ക് എത്തേണ്ട ആ തരത്തിലുള്ള എല്ലാ മാർഗങ്ങളും ഭൂമിയാണ് കാണിച്ചു കൊടുക്കുന്നത്.
എൻ്റെ 24 പറയാണ്, എൻ്റെ ആശ്രമത്തിൽ നിന്നും വിട്ടുപോയതും തള്ളയില്ലാത്തതുമായ മാൻകുട്ടിയെ. ഇപ്പൊ എപ്പോഴും തള്ളയില്ലാത്ത മാൻകുട്ടി എന്ന നിലയിലാണ് അതിന്. അപ്പോഴാണ് സങ്കടം ഇരട്ടിക്കുക. തള്ളയുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് തള്ളിയില്ലാതെ ആരും ഇല്ലാതെ ആയിപ്പോയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഇനി വേറെ കൂട്ടൊന്നുമില്ല. എൻ്റെ ആശ്രമത്തിൽ നിന്നും വിട്ടുപോയതും തള്ളയില്ലാത്തതുമായ മാൻകുട്ടിയെ ദീനജനങ്ങളിൽ താല്പര്യമുള്ള നക്ഷത്രനാഥൻ ഈ നക്ഷത്രങ്ങൾ സിംഹത്തിൽ നിന്നും രക്ഷിക്കുമോ? അതായത് ജ്യോതിഷത്തിലേക്ക് എത്തി. ഗ്രഹങ്ങളാണല്ലോ എല്ലാവരെയും നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം ജ്യോതിഷപ്രകാരം രക്ഷിക്കുകയായിരിക്കും. കാരണം ഇവന്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ഇനിയിപ്പോൾ ആ ഗ്രഹങ്ങളെ രക്ഷിക്കണം. അങ്ങനെ വിലപിക്കുമ്പോൾ മാൻകുട്ടിയെ പിരിഞ്ഞുള്ള സന്താപമാകുന്ന കാട്ടുതീയിൻ്റെ ചൂളയിൽ വാട്ടമേൽപ്പിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയിരിക്കുന്ന ഇദ്ദേഹത്തെ, അപ്പൊ ഇങ്ങനെ ഓരോന്നും പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഇങ്ങനെ പുലഭ്യം എന്തെങ്കിലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചു പോയപ്പോൾ. പറയുന്നതിനൊന്നും എന്തെല്ലോ ചിന്തിച്ചങ്ങ് പറയും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ വായിലെ വെള്ളവും പറ്റും. അപ്പം ശീതളവും ശാന്തവും എന്നിലെ വർദ്ധിച്ചു വരുന്ന വായിലെ അമൃതതുല്യമായ ജലം, സ്നേഹത്തിൻ്റെ അമൃതതുല്യമായ ജലം ആശ്വസിപ്പിക്കുകയാണോ എന്ന്. അപ്പോൾ വായു വരണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ജലവും വരുന്നുണ്ട്. എന്ത് അമൃതതുല്യമായ. കാരണം ഇയാൾ ചിന്തിച്ച് ഓരോന്ന് പറഞ്ഞ് വായിലെ വെള്ളവും പറ്റി. കാരണം ആകെ അസ്വസ്ഥനായിട്ട് അതും ഇതുമെല്ലാം പിച്ചും പെയ്യെല്ലാം പറയുകയാണ്. എൻ്റെ വായിലെ വെള്ളവും പറ്റിയിരിക്കുകയാണ്. അപ്പോഴൊരു നീര് മാതിരി അത് വരുന്നുമുണ്ട്. എന്ത് അദ്ദേഹത്തിന് ആശ്വാസമായിട്ട്. ഇങ്ങനെ 26 ഇങ്ങനെ അസംബദ്ധമായ മനോവിചാരത്തോടു കൂടിയ ഭരതൻ മാൻകുട്ടിയിലൂടെ പ്രതിഭാസിക്കുന്ന തൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളാൽ യോഗ ആത്മീയമായ കർമ്മങ്ങളിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ടു. ഇങ്ങനെ അസംബന്ധമായ മനോവിചാരങ്ങളോടുകൂടി, അപ്പോൾ ഇത് നമ്മളുടെ കാര്യമാണ്, നമ്മളും എല്ലാം വിട്ട് അങ്ങ് ബ്രഹ്മസാര ആത്മീയതയിലേക്ക് പോകാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അസംബന്ധങ്ങളായ മനോവിചാരങ്ങൾ നമ്മളെ മനസ്സിൽ കയറുന്നത് വരും. ഇദ്ദേഹത്തിന് അസംബന്ധമായ മനോവിചാരങ്ങളോടുകൂടിയ ഭരതൻ മാൻകുട്ടിയിലൂടെ പ്രതിഭാസിക്കുന്ന തൻ്റെ പ്രാരബ്ധ കർമ്മങ്ങൾ. മാൻകുട്ടിയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? പ്രാരബ്ധ കർമ്മങ്ങൾ. ഇനിയും അദ്ദേഹത്തിന് കുറച്ച് കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ചിന്തയുണ്ടായത്. വെള്ളത്തിൽ വീണ മാൻകുട്ടീനെ ശ്രദ്ധിച്ചത്. നേരെ മറിച്ച് ബ്രഹ്മസാക്ഷാത്കാരം പറഞ്ഞ് എല്ലാം കണ്ണും മൂക്കും ഒന്നും ഇല്ലാതെ ഒന്നിനും ശ്രദ്ധിക്കാതെ പോന്നവൻ മാൻകുട്ടീനെ ഒന്നും നോക്കാൻ പറ്റുന്നത്. ഇതെല്ലാം മിഥ്യയാണ്, അവിടെ ഇവിടെ ഒന്നും നോക്കില്ല. പക്ഷെ ഇവനിത് നോക്കി എന്തുകൊണ്ടാണ്? ഇവനിൽ എന്നും പ്രാരബ്ധ കർമ്മങ്ങൾ കുറച്ച് ഉണ്ട്. ഭൂമിയിലുള്ളവർക്ക് എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്, അല്ലാതെ ആത്മീയ ആർക്കും പറഞ്ഞതല്ല. അതുകൊണ്ട് അവൻ എന്ത് പറ്റി? യോഗയും ആത്മീയമായ കർമ്മങ്ങളിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ടു. അദ്ദേഹം ഇതിൽ നിന്നങ്ങ് മാറിപ്പോയി. ആത്മീയെല്ലാം അങ്ങ് കളഞ്ഞ്, ബ്രഹ്മസാക്ഷാത്കാരമെല്ലാം കളഞ്ഞ്. അതല്ലെങ്കിൽ എന്നിട്ട് പറയുകയാണ്, അല്ലായിരുന്നുവെങ്കിൽ പ്രാരബ്ധ കർമ്മങ്ങൾ കൊണ്ടാണ്. എന്താണ് പ്രാരബ്ധ കർമ്മം? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർത്തേണ്ട ബാക്കി കർമ്മമാണ് ഈ ജന്മത്തിൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള ജന്മം അടുത്തതിൽ ചെയ്യണം. അതാണ് പ്രാരബ്ധ കർമ്മം. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ ഇങ്ങനെ മാൻകുട്ടിയായിട്ടാണോ ജനിച്ചതെന്നുള്ള സംശയമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ടല്ലേ ഈ മാൻകുട്ടിയായിട്ടെത്ത ബന്ധം. എന്തുകൊണ്ടാണ് മാൻകുട്ടിയായിട്ടെത്ത ബന്ധം? ഇത്രയും ബന്ധം എന്ന് പറയുന്നതിന് കാരണം പറയുകയാണ്. അല്ലെങ്കിൽ തൻ്റെ തന്നെ മക്കളെ ഒഴിവാക്കിയ ഭരതൻ മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. എന്നിട്ടാണ് എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് രാജ്യമെല്ലാം വിട്ടിട്ടാണ് പോയത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മറ്റൊരു വർഗത്തിലെ മാൻകുട്ടിയുമായിട്ട് ആസക്തി ഉണ്ടായത് എങ്ങനെ? വേറൊരു മാൻകുട്ടിയായിട്ട് ഇത്രയും ആസക്തി ഉണ്ടായത് വേറെ മനുഷ്യരല്ല, വേറൊരു മാൻകുട്ടിയായിട്ടാണ്, വേറൊരു വർഗവുമായിട്ടാണ്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? കഴിഞ്ഞ ജന്മത്തില്
ചിലപ്പോഴും മാൻകുട്ടിയായിട്ടായിരിക്കും ഈ മാൻകുട്ടിയായിട്ട് വല്ല ബന്ധവും ഉണ്ടാവും. അപ്പൊ ആ കർമ്മം ചെയ്ത് തീർക്കാനുണ്ട്. അതാണ് പ്രാരബ്ധ കർമ്മം. കഴിഞ്ഞ പ്രാവശ്യം ആ മാൻകുട്ടീൻ്റെ എന്തോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് ഈ ജന്മത്തിൽ അത് ചെയ്ത് തീർക്കുന്ന ആ ഒരു ബന്ധത്തിൽ വന്നതാകാനാണ് സാധ്യത. അല്ലെങ്കിൽ മക്കളെ പോലും ഉപേക്ഷിച്ചവർക്ക് എങ്ങനെയാണ് ഒരു മാൻകുട്ടിയോട് ഇങ്ങനെ വരുന്നത്? ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജന്മത്തിലും കർമ്മം ചെയ്യാനാണ് ജനിക്കുന്നത്. ഈ ജന്മത്തിലെ കർമ്മം ചെയ്തിട്ട് മുഴുവൻ തീർത്തിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അടുത്ത ജന്മത്തിലും ആ കർമ്മത്തിന്റെ ലോകം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ വരുന്നു, കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിലും ലോകം പുരോഗമിക്കുന്നതാണ്ട് എല്ലാ പണിയും ഒന്ന് തന്നെയാണ്. ഉദാഹരണമായിട്ട് നമ്മളൊരു വീട് വെക്കുകയാണെന്ന് വെച്ചാൽ ഒരു മേസ്ത്രി വർക്ക് ചെയ്യിപ്പിക്കുന്നു. വലിയ കെട്ടിടമാണെന്ന് വെച്ചോളൂ, അത് കുറേ വർഷങ്ങൾ കൊണ്ടേ തീരുന്നു വെച്ചോളൂ. അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ വന്നിട്ടായിരിക്കും കർമ്മം ചെയ്യുക. ഇനി കാരണം ആ കർമ്മം പിന്നെയും കിടക്കുന്നുണ്ട്, വീട് പണി തീർന്നിട്ടില്ല, അയാൾ മരിച്ചു, പക്ഷെ വേറൊരാൾ വന്നിട്ട് ചെയ്യുന്നു. അതേപോലെ ഈ വീട് പണി തീരുന്നില്ല, കുറേ വർഷങ്ങൾ കൊണ്ട് എടുക്കും. അതേപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിയിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പ്രപഞ്ച സൃഷ്ടി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹൃദയവും ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം കഴിഞ്ഞിട്ടാണ് തീരുക. അപ്പൊ നമ്മളിപ്പോ ഈ ജന്മത്തിൽ വന്ന് ഒരു കർമ്മം ചെയ്താലും അടുത്ത ജന്മത്തിലും ചെയ്യുന്ന ഈ ഒരു പ്രപഞ്ച സൃഷ്ടി എന്ന കർമ്മത്തിന്റെ ഏതോ ഒരു ഭാഗം തന്നെയായിരിക്കും. അതുപോലെ ഈ മാൻകുട്ടിയായിട്ട് ഒരു ബന്ധം വന്നത് എന്തുകൊണ്ടായിരിക്കാം? കഴിഞ്ഞ ജന്മത്തിൽ മാൻകുട്ടിയായിട്ട് ജനിച്ചിട്ടുണ്ടാകും. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ഇതിൽ ബാക്കി ഉണ്ടാക്കാം. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കെ, ഈ മാൻകുട്ടീനെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കെ ഉഗ്രവേദത്തിൽ കാലം കടന്നുപോയി. വേഗത്തിൽ കാലം എന്ന് പറഞ്ഞാൽ മൃത്യു വന്നു എന്നാണ് അർത്ഥം. കാലം കടന്നുപോയി എന്ന് പറഞ്ഞാൽ മൃത്യു വന്നു. ഇങ്ങനെ ഓരോന്ന് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിട്ട് മൃത്യു വന്നു. മൃത്യു ഏതുപോലെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. എലിയുടെ മാളത്തിൽ പാമ്പ് വരുന്ന വരി ഒരു സുപ്രഭാതത്തിൽ എലിങ്ങി വരും. എന്നിട്ടോ 27 പറയാണ്, ആ മൃത്യു സമയത്തു കൂടി അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. സമാധാനമില്ല. ആ മാൻകുട്ടീനെ പറ്റി ചിന്തിച്ച് തന്നെയാണ് മരിക്കുന്നത്. ആ മാനിനെ പറ്റി ചിന്തിച്ച് തന്നെ, മാൻകുട്ടിയെ പറ്റി ചിന്തിച്ചുകൊണ്ട് മാനിനോട് കൂടെ തന്നെ അദ്ദേഹവും മരിച്ചു. മാനിനോട് കൂടെ മരിച്ചു എന്ന് പറഞ്ഞാൽ മാൻ അതിന് മുമ്പിൽ മരിച്ചല്ലോ. പിന്നെയുള്ള സമയമായ അദ്ദേഹം ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. മാനും പോയി, ഇങ്ങേരും പോയി. എന്നിട്ട് അദ്ദേഹം ചെയ്തു, ഈ ശരീരത്തെ വിട്ടു. മരിക്കുമ്പോൾ ശരീരത്തെ കളയണമല്ലോ. എന്നിട്ട് നശിക്കാത്ത അവശേഷിച്ച പൂർവജന്മ സ്മരണയോടുകൂടിവനായി അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാകൃത അവശേഷിച്ച പൂർവജന്മ സ്മരണയോട് കൂടിയവനായി അത് വീണ്ടും ജനിക്കുകയാണ്. അതേ ശരീരം ഉപേക്ഷിച്ചല്ലോ. ഇനി അടുത്ത ജന്മത്തിലും അദ്ദേഹം ജനിക്കുകയാണ്. കാരണം ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ടില്ല, ഇനിയും ജനിക്കണം. അപ്പം മരിച്ചു ജനിച്ചാണോ? അപ്പൊ ഈ പൂർവജന്മ സ്മരണയുമായിട്ട് ജനിച്ചു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മരിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്തിനാണ്? മാൻകുട്ടീനെ പറ്റിയാണ് ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ആ പ്രാരബ്ധ കർമ്മം തീർക്കാൻ വേണ്ടി തന്നെയാണ് അടുത്ത ജന്മവും മാൻകുട്ടിയായിട്ടാണ് ജനിക്കുക. മാനായിട്ടുള്ള ജീവിതത്തിലെ പ്രാരബ്ധ കർമ്മമാണ് മിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ മരിക്കുന്ന സമയം എന്താണോ ചിന്തിക്കുന്നത് അതായിട്ട് ജനിക്കുന്നത് വേറെ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ജന്മത്തിലും മാൻകുട്ടിയായിട്ട് ജനിച്ചു. ഒരു മാനിന്റെ വർഗത്തിൽ തന്നെയാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് പൂർവകാല സ്മരണകളും അതിൻ്റെ കൂടി ഉണ്ടായിരുന്നു. അപ്പം വേറൊരു ജന്മം അദ്ദേഹത്തിന് കിട്ടി.
വേറൊരു ശരീരം കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു മൃഗത്തിന്റെ ശരീരമാണ് കിട്ടിയതെന്ന് പറയുകയാണ്. ഏതുപോലെ? പ്രാകൃതനെ പോലെ ഉള്ള ഒരു മൃഗശരീരമാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രാകൃതൻ എന്നല്ലാതെ നല്ലൊരു രാജാവിന്റെ അവസ്ഥയിൽ നിന്ന് നേരെ കീഴോട്ടേക്ക് പോയി. മനുഷ്യനെ പറ്റി തന്നെയാണ് ചിന്തിച്ചിരുന്നെങ്കിൽ മനുഷ്യനായിട്ടൊന്നും ജനിക്കുകയായിരുന്നു. ഇത് മൃഗത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഒരു മൃഗമായിട്ടാണ് ജനിച്ചത്. അപ്പൊ ഇവിടെയെല്ലാം നമ്മുടെ വേദങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരിക്കുന്ന സമയത്ത് എന്താണ് ചിന്തിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനിക്കുക. ഈ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മളെ കഴിഞ്ഞ ജന്മത്തിലെയും ഇനി ചെയ്യാൻ പോകുന്ന ജന്മത്തിലെയും എല്ലാം ചിന്തകൾ നമ്മളെ മനസ്സിലൂടെ പോയി മറിയും എന്നാണ് പറയുന്നത്. നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും കഴിഞ്ഞ ജന്മത്തിലെയും ഇനി എടുക്കേണ്ട ജന്മത്തിലെയും എല്ലാം കാര്യങ്ങൾ ഓടിച്ചിട്ടിട്ട് നമ്മളെ മനസ്സിലൂടെ പോകും. അപ്പം മരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അടുത്ത ജന്മമായിട്ട് അതിന് ബന്ധമുണ്ട്. എൻ്റെ 28 ആ മൃഗജന്മത്തിലും ഭഗവാന്റെ ആരാധന മുൻപുണ്ടായിരുന്ന ആരാധന മൂലം ആ മൃഗജന്മത്തിൽ മൃഗം ആയിട്ടാണ് ജനിച്ചത്. കാരണം അവർ മൃഗത്തെ പറ്റി ചിന്തിച്ചിട്ടാണ് മരിച്ചത്. അപ്പൊ മൃഗമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മാന് തന്നെയാണെന്നൊന്നുമില്ല. മൃഗത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് മൃഗമായിട്ട് ജനിച്ചു. അപ്പൊ ആ മൃഗജന്മത്തിലും ഭഗവാന്റെ ആരാധന മുമ്പ് ചെയ്തിരുന്നതിനാല് മുൻപ് അദ്ദേഹം ആരാധന ചെയ്തിരുന്നു. ഭരതൻ ഈ മാൻകുട്ടീനെ കാണുന്നതിനെക്കാട്ടി മുമ്പ് ആ ശ്രീഹരിയെ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇതെല്ലാം കളഞ്ഞു കെട്ടിയിട്ട് ഈ പ്രാരബ്ധ കർമ്മത്തിന്റെ ബാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് അന്ന് ആരാധിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ജന്മത്തില് കഴിഞ്ഞ ജന്മത്തിലെ കാര്യം ഓർമ്മ വന്നത് എന്ന് വെറുതെ കഥയിൽ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. കാരണം കഥ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കഴിഞ്ഞ ജന്മം ഓർക്കണം. അതിനൊരു റീസൺ പറയണമല്ലോ. അതുകൊണ്ട് പണ്ട് ഭഗവാനെ ആരാധിച്ചുകൊണ്ട് അതിൻ്റെ ഫലത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഈ മൃഗജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഓർമ്മിക്കുവാൻ പറ്റി. അപ്പൊ അത് ഓർത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അയ്യോ കഷ്ടം. 29 പറയുകയാണ്, അയ്യോ കഷ്ടം, ധീരന്മാരുടെ മാർഗത്തിൽ നിന്ന് ഞാൻ പിഴച്ചുപോയി. ഞാൻ ധീരനായ രാജാവല്ലായിട്ട് എന്തെല്ലാം ചെയ്തതാണ്, അതിൽ നിന്ന് ഞാൻ പിഴച്ചുപോയി. കാരണം എല്ലാം ഉപേക്ഷിച്ച് തപസ്സിരുന്ന എന്നെ ആ ശ്രീഹരിയിൽ അർപ്പിക്കാൻ, ആ ശ്രീഹരിയിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ പോയിരുന്നത്. എല്ലാം ഉപേക്ഷിച്ചിട്ട് തപസ്സിരുന്നിട്ട് ആ ശ്രീഹരിയെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ശ്രീഹരിയിൽ ആ പദം പോകാനുള്ള അർഹതയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അജ്ഞനായ എൻ്റെ എൻ്റെ മനസ്സ് അപ്പോൾ അജ്ഞതയിൽ അകപ്പെട്ടുപോയി. ഈ ഭൗതിക ലോകത്തില് എന്തെല്ലോ കണ്ട് ആ മാൻകുട്ടിയെ വെള്ളത്തിൽ വീഴുന്ന കണ്ട് അനുകമ്പ തോന്നി, കാണുന്നു, ഒരു വികാരമുണ്ടാകുന്നു, ആ മാൻകുട്ടിയെ രക്ഷിക്കുന്നു. എൻ്റെ മനസ്സ് വീണ്ടും മാൻകുട്ടിയുടെ പിന്നാലെ ബഹുദൂരം സഞ്ചരിച്ചു പോയി. അതുകൊണ്ട് അയാൾക്ക് പഴയത് ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ മണ്ടത്തരമാണ് കാണിച്ചത്. കഥ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയല്ല ഓരോന്ന് ചേർത്ത് വെച്ച് പോയത്. കഴിഞ്ഞ ജന്മത്തിൽ ശ്രീഹരിനെ ആരാധിച്ചുകൊണ്ടുള്ളാണ്ട് ഈ ജന്മത്തിൽ കഴിഞ്ഞത് ഓർക്കാൻ പറ്റിയത് എന്നെല്ലാം അത് കഥയിൽ വേണ്ടിയിട്ട് പറയുന്ന അർത്ഥത്തിൽ കണ്ടാൽ മതി. ആശയം ഇവിടെ എടുത്താൽ മതി. ഇപ്രകാരമുള്ള ഈ 30 ഇപ്രകാരമുള്ള ചിന്താഗതിയോടുകൂടി അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഞാൻ ചെയ്ത് ശരിയായില്ല. അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ മാതാവായ പെൺമാനിനെ വേർപിരിഞ്ഞ്, അപ്പൊ അദ്ദേഹം മാനായിട്ട് തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അതാണ് മാതാവായ പെൺമാനിനെ വേർപിരിഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അതേ ഇപ്പം മാനിന്റെ കുട്ടിയായിട്ടാണല്ലോ, ഒരു മാതാവില് മാനാണ്, ആ മാനിന്റെ കുട്ടിയായിട്ടാണല്ലോ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ചിന്തിക്കാൻ കഴിവുള്ളത് കൊണ്ട് ഇങ്ങനത്തെ മണ്ടത്തരെല്ലാം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ ജന്മത്തില് മാതാവിനെയെല്ലാം ഉപേക്ഷിച്ച്, അതായത് മൃഗമായാലും ആരായാലും ബ്രഹ്മസാക്ഷാത്കാരം നേടണ്ടെങ്കില് ഭാര്യ മാതാക്കന്മാരെ എല്ലാം കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച് പോയേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. എന്നിട്ടോ ആ പെൺമാനിനെ വേർപിരിഞ്ഞ് ഭഗവാനിൽ ആസക്തി ഉള്ളതും ആസക്തി വെച്ചുകൊണ്ട് മുനിഗണങ്ങൾക്ക് ഇഷ്ടമായ സ്ഥലമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പം പെൺമാനിനെ, അമ്മേനെ, മാതാവിനെ ഉപേക്ഷിച്ചല്ലോ. ഇനി എന്ത് വേണം? മുനികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, ആ സ്ഥലം വിട്ടു പോകണം എന്ന് പറയും. നമ്മളോട് പറയുന്നുണ്ടല്ലോ, ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകണമെന്ന്. ഇത് പോവുകയാണ്, മാനും പോവുകയാണ്, ഈ മാൻകുട്ടിയും പോവുകയാണ്. എവിടത്തേക്ക്? മുനിഗണങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ജന്മത്തിൽ മാനായിരിക്കുമ്പോഴും അദ്ദേഹം ഭഗവത് ഭക്തിയിലേക്ക് പോയിക്കൊണ്ട്, അതായത് മാനായിട്ടൊന്നുള്ള ജീവിതമൊന്നും അദ്ദേഹത്തിന് വേണ്ട. കാരണം അയാൾക്ക് ചിന്തിക്കാനെല്ലാം കഴിവ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അയാൾ ചിന്തിക്കുകയാണ് ഇനി മാനായിട്ടുള്ള ജീവിതമൊന്നും വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്ത് ഭഗവത് ഭക്തിയുള്ള സാന്നിധ്യമുള്ള സ്ഥലം തേടിയിട്ട്, അതായത് മുനിമാർക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കിയിട്ട് പുലഹാദി ഋഷികളുടെ ആശ്രമത്തിലേക്ക് അങ്ങേറി പോയി. പുലഹാദി ഋഷികൾ താമസിക്കുന്ന ആശ്രമ പ്രദേശത്തേക്ക് ഈ മാൻകുട്ടിയും, ഇദ്ദേഹം ജനിച്ചപ്പോൾ മാനായിട്ടാണല്ലോ ജനിച്ചത്, ആ മാൻകുട്ടി അങ്ങോട്ടേക്ക് പോയി. താൻ പിറന്ന കാലഞ്ചര പർവ്വതത്തെയും ഉപേക്ഷിച്ചുകൊണ്ട്, മാന് ജനിക്കുന്ന പർവ്വതത്തിന്റെ എല്ലാം കീഴ്ഭാഗത്തായിരിക്കുമല്ലോ. അപ്പൊ അത് ജനിച്ചത് ഏതോ പർവ്വതത്തിന്റെ എല്ലാം താഴ്വാരത്തിലാണ്. ആ പർവ്വതത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് മുനിമാർ എവിടെയാണോ താമസിക്കുന്ന അവരുടെ സ്ഥലത്തേക്ക് അത് പോയി. എന്നിട്ട് 31 അതെങ്ങനെ ജീവിച്ചു എന്ന് പറയുകയാണ്. അവിടെ അന്ത്യകാലം പ്രതീക്ഷിച്ചുകൊണ്ട്, പിന്നെ അതിന് മാൻകുട്ടിയായിട്ട് ജീവിച്ചല്ലേ പറ്റു മരിക്കുന്നത് വരെ. അപ്പൊ അന്ത്യകാലം പ്രതീക്ഷിച്ചുകൊണ്ട് അന്യസമ്പർക്കം ഭയന്നുകൊണ്ടും, മറ്റുള്ളവരായിട്ടുള്ള സമ്പർക്കമെല്ലാം ഭയന്നുകൊണ്ടാണ് ഈ മാൻകുട്ടിയായിട്ട് ജീവിച്ചത്. മറ്റുള്ളവരുടെ സമ്പർക്കമെല്ലാം ഭയമാണ്, അതൊന്നും വേണ്ട, അവരുമായിട്ടുള്ള ഉള്ളിക്കൂട്ടും വേണ്ട. തനിക്ക് താൻ തന്നെ തുണയായി നടന്നുകൊണ്ട്, അതായത് ഒറ്റക്ക് നടന്നു എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മറ്റുള്ള കൂട്ടുകൂടുന്നതിനെല്ലാം ഭയം വെച്ചുകൊണ്ട്, മാന് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്ന ഭയം വെച്ചുകൊണ്ട് തനിക്ക് താൻ തന്നെ മതി, അതായത് ഒറ്റക്ക് നടന്നുകൊണ്ടും ഉണക്കയിലെയും പുല്ലുമെല്ലാം കടിച്ചു നിന്നുകൊണ്ട്, വലിയ നല്ല സാധനങ്ങളൊന്നും വേണ്ട, ഉണക്കയിലായാലും എന്തെങ്കിലും മതി. സന്യാസിയായാലും ചെയ്യേണ്ട കാര്യങ്ങൾ മാനെന്ന സന്യാസിയായിട്ട് ഈ ഭരതൻ ചെയ്യുകയാണ്. അടുത്ത ജന്മത്തിൽ ഋഷികൾ താമസിക്കുന്ന ഏകാന്തമായ സ്ഥലത്ത് ഒറ്റക്ക് സഞ്ചരിച്ചുകൊണ്ട്, മറ്റുള്ളവരെയെല്ലാം കൂട്ടുകൂടാതെ, വല്ല ഉണക്കപ്പുല്ലുമെല്ലാം തിന്നുകൊണ്ട്, ഉണക്കയിലെയും പുല്ലുമെല്ലാം തിന്നുകൊണ്ട് മൃഗജന്മത്തിന്റെ പര്യവസാനം ചിന്തിച്ചുകൊണ്ട്, മൃഗജന്മാണല്ലോ കിട്ടിയിരിക്കുന്നത്, അതിന്റെ അവസാന കാലം എത്തുന്നത് വരെ മൃഗശരീരത്തെ ചുമന്നുകൊണ്ട് അദ്ദേഹം പോയി. ഈ ശരീരം വെറുതെ ചുമന്നുകൊണ്ട് അടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് സന്യാസത്തിലേക്ക് പോയി, പക്ഷേ ശരീരം മൃഗമാണ്, മൃഗമെന്ന നിലയിലാണ് ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് അവസാന സമയമെത്തിയപ്പോൾ ശരീരത്തെ ജലത്തിലേക്ക് അങ്ങ് കളഞ്ഞിട്ട് അദ്ദേഹം ജലത്തിലേക്ക് അങ്ങ് ഉപേക്ഷിച്ചു, ആ ശരീരത്തെ അങ്ങ് കളഞ്ഞു വെച്ചു. മരണസമയത്തിയപ്പോൾ ആ ശരീരം ജലത്തിൽ ഉപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം സ്വതന്ത്രനായി, ആ ശരീരത്തിൽ നിന്നും സ്വതന്ത്രനായി.
ബ്രഹ്മസാക്ഷാത്കാരം നേടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനും പ്രാരബ്ധ കർമ്മങ്ങളുണ്ടെങ്കിൽ, ഇനിയുള്ള ജന്മത്തിലും കർമ്മങ്ങളുണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നേടാൻ പറ്റില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഇനിയുള്ള ഈ ജന്മങ്ങളിലും ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മങ്ങളിലും കർമ്മം തീർന്നാൽ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം നേടുകയുള്ളൂ. അപ്പോൾ അടുത്ത അധ്യായത്തിൽ ഭരതൻ എന്ത് സംഭവിച്ചു എന്നുള്ള അടുത്ത അധ്യായത്തിൽ കാണാം.